വൈപ്പിൻ മുരുക്കുംപാടത്ത് ഫിഷിംഗ് ബോട്ടുകൾക്ക് തീപിടിച്ചു. 2 ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ഒരു ബോട്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആദ്യം. കഞ്ഞി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോയാന്നാണ് കൂടെയുള്ള തമിഴ് പണിക്കാർ പറഞ്ഞത്. അപ്പോൾ ഗ്യാസ് അങ്ങനെ ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാന്ന് പറഞ്ഞു. അപ്പോൾ ഗ്യാസ് തീ പിടിച്ചിട്ട് ബോട്ട് ഫുള്ള് കത്തിയതാണ്. പണിക്കാരൊന്നുമില്ല, പണിക്കാരൊക്കെ സേഫായ. ഇപ്പോൾ ഈസ്റ്ററിന് മുടക്കായതുകൊണ്ട് പണിക്കാർ അധികം ഇല്ല, എല്ലാവരും നാട്ടിൽ പോയേക്കണം. ഈ പണിക്കാരായിട്ടുള്ള ഒരു പക്ഷം വെച്ചപ്പോഴാണ് ഗ്യാസ് കത്തിച്ചപ്പോഴാണല്ലോ പറ്റിയത്. അവരപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി, എല്ലാവരും പുറത്തുണ്ടായി, ചാടിപ്പോയി. വേറെ ആളുകൾക്ക് കുഴപ്പമൊന്നും ഇല്ല. വിവരങ്ങൾ വിഷ്ണു പ്രകാശ് നൽകും. വിഷ്ണു, എപ്പോഴാണ് ഈ ബോട്ടുകൾ കത്തി നശിച്ചത്? ഒരു ബോട്ട് പൂർണ്ണമായും കത്തിയ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആളി പടർന്നിട്ടുണ്ട് തീ. എങ്ങനെയാണ് ഈ തീ പടർന്നത്? ഹിമ, ഇന്ന് ഉച്ചയോടെയാണ്, ഉച്ചയ്ക്കൊരു 12:30യോടെയാണ് കാളമുക്ക് ഹാർബറിനോട് ചേർന്നുള്ള മുരുക്കുംപാടത്ത് ഈ ഒരു ബോട്ട് തീ പിടിച്ചത്. ഈ ബോട്ടിൽ ഇപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഈ ബോട്ടിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാസ് ലീക്ക് ആയതാണെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ തീ പടരുകയായിരുന്നു. തീ പടർന്ന ഉടനെ തന്നെ ഈ തൊഴിലാളികളായിട്ടുള്ളവർ ആ ബോട്ടിൽ നിന്നും മാറി അവർ പിന്നീട് സമീപത്തുണ്ടായിരുന്ന ആളുകളെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് ആ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരുന്നു. നമുക്കറിയാം, ആ ഒരു ഹാർബറിൽ ധാരാളം ബോട്ടായിരുന്നു. ഇപ്പോൾ ഈസ്റ്റർ ആയതിനാൽ തന്നെ ആ ബോട്ടെല്ലാം മറ്റു ബോട്ടുകളൊക്കെ ജോലിക്ക് പോവാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ എല്ലാം മറ്റ് ധാരാളം ബോട്ടുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ആ തീ ആ സമയത്ത് ഇടപെട്ട് ആ തൊഴിലാളികൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മറ്റു ബോട്ടുകളിലോട്ടും അത്തരത്തിൽ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. ഏതായാലും അവരുടെ അവസരോചിതമായ ഒരു ഇടപെടൽ അത് ഏതായാലും ഒഴിവാക്കിയത്. അപ്പോൾ തന്നെ ഈ കെട്ടയച്ചു വിടുന്നതിൻ്റെ ഭാഗമായി തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരു കൃപാമോൾ എന്ന ഒരു ബോട്ടിലേക്കും തീ പടർന്നു. അതിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. ഈ ആരോഗ്യ അണ്ണായി എന്ന് പേരുള്ള ആ ബോട്ടിലാണ് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ആ ബോട്ടിൻ്റെ ഡെക്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അത് കത്തി നശിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഉടനെ ഫയർഫോഴ്സ് എത്തി. വൈപ്പിൽ നിന്നും അതുപോലെ തന്നെ എറണാകുളം ക്ലബ്ബ് റോഡിൽ നിന്നുമുള്ള ഫയർഫോഴ്സിൻ്റെ 3 യൂണിറ്റോളം വന്നാണ് ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ആളുകൾക്ക് ആർക്കും പരിക്കില്ല. ഇത്തരത്തിൽ ഗ്യാസിൽ നിന്നും പടർന്ന ആ തീ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ ആ ഗ്യാസിൽ നിന്നും പടരുന്നതാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ.